ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ദിസ് ഈസ് മീ ഹൈദർ ഫ്രം എജുപോർട്ട്. അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഇപ്പം പഠനത്തിൻ്റെ തിരക്കിലായിരിക്കും, കാരണം എക്സാംസ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽസിൻ്റെ തിരക്കിലായിരിക്കും പല ആളുകളും. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സുവോളജി പ്രാക്ടിക്കൽസുമായി ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ. നമുക്ക് നിലവിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ സുവോളജി പ്രാക്ടിക്കൽസിൽ ഉണ്ടാകുക. സോ എന്തൊക്കെയാണ് ആ 10 ക്വസ്റ്റ്യൻസ്, എങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു പോകാം. മക്കളെ, നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇൻവേർട്ടിബ്രേറ്റിനെ ഐഡന്റിഫൈ ചെയ്യുക. നമുക്ക് ലാബിൽ 10 ഇൻവേർട്ടിബ്രേറ്റ്സ് ആണ് നിലവിൽ പഠിക്കാനുള്ളത്. സോ എക്സാമിന് ഏതെങ്കിലും ഒരു ഇൻവേർട്ടിബ്രേറ്റിന്റെ ഫോട്ടോഗ്രാഫ് വെച്ചിട്ടുണ്ടാകും. നമ്മൾ എന്ത് ചെയ്യണം, ആ ഫോട്ടോഗ്രാഫിലുള്ള ഇൻവേർട്ടിബ്രേറ്റ് ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ ഏതെങ്കിലും ഒരു ഐഡന്റിഫൈങ് ക്യാരക്ടറോ എക്കണോമിക് ഇമ്പോർട്ടൻസോ അതല്ലെങ്കിൽ അഡാപ്റ്റേഷനോ ആണ് എഴുതി വെക്കേണ്ടത്. ഇവിടെ മാർക്ക് നമുക്കുള്ളത് ഈ ഐഡന്റിഫൈ ചെയ്യുന്ന 1/2 മാർക്കും അതുപോലെ തന്നെ ഇതിന്റെ ഐഡന്റിഫൈങ് ക്യാരക്ടർ എക്കണോമിക് ഓർ അഡാപ്റ്റേഷനുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടർ എഴുതി വെച്ചാൽ 1/2 മാർക്കും. അങ്ങനെ 1 മാർക്കാണ് ഇതിന് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാകുക. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വേർട്ടിബ്രേറ്റിനെ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. നമുക്ക് 5 വേർട്ടിബ്രേറ്റ് ആണ് നല്ല പഠിക്കാനുള്ളത്. ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിന്റെ ഫോട്ടോഗ്രാഫ് വെച്ചിട്ടുണ്ടാകും. ആ വേർട്ടിബ്രേറ്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ എക്കണോമിക് അഡാപ്റ്റേഷൻ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐഡന്റിഫൈങ് ക്യാരക്ടർ നമ്മൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇതിനും സെയിം 1 മാർക്ക് തന്നെയാണ് ഈ ക്വസ്റ്റ്യനും ഉണ്ടാകുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3, ഇതിൽ സിനോവിയൽ ജോയിൻസ് ആണ്. അതായത് നമുക്ക് നിലവിൽ അറിയാം 4 ജോയിൻസ് ആണ് നിലവിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമതായിട്ട് നമുക്ക് പിവോട്ട് ജോയിൻ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഗ്ലൈഡിംഗ് ജോയിൻ, ഹിഞ്ച് ജോയിൻ, അതുപോലെ തന്നെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ. അപ്പൊ ഈ 4 ജോയിന്റിൽ ഇതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കും വെക്കുക. ഏതെങ്കിലും ഒരു ജോയിന്റിന് ഏതെങ്കിലും ഒരു സിനോവിയൽ ജോയിന്റിന്റെ ഫോട്ടോഗ്രാഫ് വെച്ചിട്ടുണ്ടാകും. നമ്മൾ ഏതാണ് ഈ ജോയിന്റ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ ഫങ്ഷണൽ പെക്യുലാരിറ്റി എന്താണെന്നുള്ളത് എഴുതി വെക്കുക. അപ്പൊ പിവോട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, റൊട്ടേഷണൽ മൂവ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഹിഞ്ച് ആണെങ്കിൽ 1 ഡയറക്ഷണൽ മൂവ്മെന്റ് ആണ്. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതി വെക്കാം. അതുകൊണ്ട് തന്നെ ഏതാണ് ജോയിന്റ് എന്നുള്ളതും ആ ജോയിന്റുമായി ബന്ധപ്പെടുന്ന അതിന്റെ ഒരു ഫങ്ഷണൽ പെക്യുലാരിറ്റിയുമാണ് എഴുതി വെക്കേണ്ടത്. അര ആയിട്ട് 1 മാർക്കാണ് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ഉണ്ടാകുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 വരുന്നത് മോഡൽസിൽ. നമുക്കറിയാം, നമുക്ക് 6ഓളം ഓർഗൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഹാർട്ട്, ബ്രെയിൻ, അതുപോലെ തന്നെ ലങ്സ്, കിഡ്നി, ഐ, ഇയർ, ഇങ്ങനെ 6 ഓർഗൻസിന്റെ മോഡലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ നമുക്ക് എക്സാമിന് വെക്കുക, ഈ ഏതെങ്കിലും ഒരു മോഡൽ വെക്കും. ആ മോഡലിന്റെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഭാഗം അവർ എന്ത് ചെയ്തിട്ടുണ്ടാകും, മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ആ മാർക്ക് ചെയ്ത ഭാഗം ഏതാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അതിന്റെ ഒരു ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ എഴുതിയും വെക്കണം. അതിന്റെ ഒരു ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതി വെക്കേണ്ടത്. ഓക്കെ, ആ ഓർഗൻസിന്റെ, അതായത് വെക്കുന്ന മോഡലിനെ തിരിച്ചറിയാന്നുള്ളതല്ല, മറിച്ച് ആ വെക്കുന്ന മോഡലിന്റെ സ്പെസിഫിക് ആയിട്ട് മാർക്ക് ചെയ്ത ഭാഗം ഏതാണോ ആ ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അതിന്റെ ഫംഗ്ഷൻ എടുത്ത് എഴുതി വെക്കണം. ആസ് എൻ എക്സാമ്പിൾ, നമുക്കിപ്പം ഹാർട്ടാണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഹാർട്ടിൽ മാർക്ക് ചെയ്ത ഭാഗം എവിടാന്ന് നോക്കുക. അപ്പൊ ഉദാഹരണത്തിന് ബൈക്കസ്പിഡ് വാൾവിന്റെ മേലെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഐഡന്റിഫൈയുടെ ഭാഗമായിട്ട് അത് ബൈക്കസ്പിഡ് വാൾവ് എടുത്ത് എഴുതണം. അതുപോലെ തന്നെ എന്താണ് ബൈക്കസ്പിഡ് വാൾവിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് നമ്മൾ എഴുതി വെക്കണം. ഇതിനും എന്ത് തന്നെയാണ്, 1 മാർക്ക് തന്നെയാണ് ഈ ചോദ്യത്തിനും ഉണ്ടാകുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5 വരുന്നത് ടിഷ്യൂസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നിലവിൽ അറിയാം 3 ടിഷ്യൂസ് നമുക്ക് നിലവിൽ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്, അതായത് നമ്മുടെ സ്ട്രൈറ്റഡ് മസിൽ, നോൺ സ്ട്രൈറ്റഡ് മസിൽ ആൻഡ് കാർഡിയക് മസിൽ. അപ്പൊ ഈ 3 മസിൽസിൽ ഏതെങ്കിലും ഒരു മസിലിന്റെ ടിഷ്യൂമായി ബന്ധപ്പെടുന്ന ഫോട്ടോഗ്രാഫ് വെച്ചിട്ടുണ്ടാകും. ആ വെച്ച ഫോട്ടോഗ്രാഫിലുള്ള ടിഷ്യൂ ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അത് കാർഡിയക് മസിലിൻ്റെതാണോ, അതല്ലെങ്കിൽ നോൺ സ്ട്രൈറ്റഡ് മസിലിൻ്റെതാണോ, അതല്ലെങ്കിൽ സ്ട്രൈറ്റഡ് മസിലിൻ്റെതാണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഐഡന്റിഫിക്കേഷൻ മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യും വേണം, ഈ ഐഡന്റിഫൈ ചെയ്ത ടിഷ്യൂവിനെ സ്കെച്ച് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ 2 ഭാഗങ്ങൾ ലേബൽ ചെയ്യാനും ഉണ്ട്. ഇതിന് 2 മാർക്കാണ്. നമ്മൾ ഈ ഐഡന്റിഫൈ ചെയ്യുന്നതിന് 1/2 മാർക്കും അതുപോലെ തന്നെ സ്കെച്ച് ചെയ്യുന്നതിനും ലേബൽ ചെയ്യുന്നതിനുമായിട്ട് 1.5 മാർക്കാണ് ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ടിഷ്യൂസിന്റെ കാര്യത്തിൽ, അതായത് സ്ട്രൈറ്റഡ്, നോൺ സ്ട്രൈറ്റഡ്, കാർഡിയക് മസിൽസിന്റെ കാര്യത്തിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, അത് വരയ്ക്കാൻ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല 2 ഭാഗങ്ങൾ ലേബൽ ചെയ്യാൻ പാകത്തിലും പഠിക്കണം. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് 3 മാർക്കിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 2 ഭാഗങ്ങൾ ഉണ്ടാകും. ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷണൽ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാന്നുള്ളതല്ല, വരുന്ന ഇൻവിജിലേറ്റർ ആണ് എന്ത് ചെയ്യുക, നമ്മൾ ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. അപ്പൊ അതിൽ 1ാമത്തെ ഭാഗം ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 6ാമത്തെ ക്വസ്റ്റ്യനിൽ ഈ 2 ഭാഗത്തുള്ളതിലും കോമൺ ആയിട്ട് നമുക്ക് വരയ്ക്കാനാണ് ഉണ്ടാക്കുക, സ്കെച്ച് ചെയ്യാനാണ്. സ്കെച്ച് ചെയ്യുക, അതുപോലെ തന്നെ അതിന്റെ 4 ഭാഗങ്ങൾ രേഖപ്പെടുത്തുക. ആ 4 ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗമല്ല,
നമുക്ക് വരുന്ന ഇൻവിജിലേറ്റർ മെൻഷൻ ചെയ്യും ഏതൊക്കെയാണ് രേഖപ്പെടുത്തേണ്ട ലേബൽ ചെയ്യേണ്ട 4 ഭാഗങ്ങൾ ഏതെന്നുള്ളത്. സോ നമുക്കിപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം, കോക്രോച്ചിന്റെ മൊത്തം ഡൈജസ്റ്റീവ് സിസ്റ്റം വരയ്ക്കുക. അതിന്റെ നമ്മൾ വരുന്ന ടീച്ചർ മെൻഷൻ ചെയ്യുന്ന 4 ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ലേബൽ ചെയ്യുക. ഇനി അതല്ല, രണ്ടാമത്തെ ഓപ്ഷൻ വരുന്ന ഇതാണ്, വിസറ ഓഫ് ഫ്രോഗ് ആണ്. അത് ചില കുട്ടികൾ അറിഞ്ഞിട്ടുണ്ടാകും, ചിലർ അറിഞ്ഞിട്ടുണ്ടാകില്ല. ഈ കൊല്ലം മുതൽ ആഡ് ചെയ്താണ്. അപ്പൊ അറിയാത്ത കുട്ടികൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഫ്രോഗിന്റെ വിസറ വരയ്ക്കാൻ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 4 ഭാഗങ്ങൾ ലേബൽ ചെയ്യും വേണം. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലൊരിക്കലും നിങ്ങൾ 4 ഭാഗം സ്പെസിഫിക്കലി എടുത്തു പോകരുത്, മൊത്തം പഠിച്ചിട്ട് പോകണം. അതായത് കോക്രോച്ചിന്റെയും ഫ്രോഗിന്റെ ഒക്കെ വിസറ ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എല്ലാ ഭാഗങ്ങളും പഠിച്ചിട്ട് പോകുക. ഏത് ഭാഗമാണ് ഇൻവിജിലേറ്റർ പറയണമെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഓക്കെ മക്കളെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ഇതിൽ എക്സ്പെരിമെന്റ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിൽ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാകും. ഒന്നെങ്കിൽ ഗ്ലൂക്കോസ്, അതല്ലെങ്കിൽ സ്റ്റാർച്ച്, അതല്ലെങ്കിൽ പ്രോട്ടീൻ. ഇതിൽ 3ലെയും ഏതെങ്കിലും ഒന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, എക്സാമിന് ചോദിക്കുക. പക്ഷെ പഠിക്കുമ്പോൾ അതായത് 3ഉം പഠിക്കണം. എക്സാമിന് ഏതെങ്കിലും ഒന്ന് മാത്രമേ ചെയ്യാനുണ്ടാകുള്ളൂ. ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ വരുന്ന ഇൻവിജിലേറ്റർ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് 2 സൊല്യൂഷൻസ് ആണ് തരിക. ആ 2 സൊല്യൂഷനിലേക്ക് അതിൽ ഏതിലാണ് ഗ്ലൂക്കോസ്, അതല്ലെങ്കിൽ സ്റ്റാർച്ച്, അതല്ലെങ്കിൽ പ്രോട്ടീൻ, ഇതിൽ ഈ 2 സൊല്യൂഷൻസിൽ ഏത് സൊല്യൂഷനിലാണ് ഇതിന്റെയൊക്കെ പ്രസൻസ് ഉള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല, കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെടുന്ന ഈ എക്സ്പെരിമെന്റിന്റെ മുഴുവൻ കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അതിൽ എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം. വളരെ ബ്രീഫ് ആയിട്ട് മാത്രം ഞാനൊന്ന് പറഞ്ഞു പോവാണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എക്സ്പെരിമെന്റ് വളരെ വൃത്തിയിൽ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ പ്രൊസീജിയറും നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടും കറക്റ്റ് ആയിട്ട് എന്താക്കാൻ പറ്റണം, എഴുതി വെക്കാൻ പറ്റണം. ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് നമുക്ക് 1 മാർക്കാണ് ഉണ്ടാകുക, പ്രൊസീജിയറിനും റിസൾട്ടുമായിട്ട് 1 മാർക്ക്, അങ്ങനെ ടോട്ടൽ 2 മാർക്കാണ് ഈ ക്വസ്റ്റ്യന് നമുക്ക് ഉണ്ടാകുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ പറയാം. മക്കളെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്പർ 8ഉം ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് എന്താണ്, എക്സ്പെരിമെന്റ് ആണ്, വളരെ മേജർ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് ആണ്. ഇതിലും ഓപ്ഷനിലാണ്, ടീച്ചറാണ് നമുക്ക് എന്ത് ചെയ്യുക, വരുന്ന ഇൻവിജിലേറ്റർ ആണ് നമ്മൾ ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാം. അത് ഒന്നെങ്കിൽ എന്തായിരിക്കാം, ബ്ലഡുമായി ബന്ധപ്പെട്ട സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനായിരിക്കാം, അതല്ലെങ്കിൽ ചീക്കുമായി ബന്ധപ്പെട്ട സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനായിരിക്കാം. അതായത് ബേസിക്കലി ഇതെന്താണ്, ഈ ക്വസ്റ്റ്യൻ സ്ലൈഡ് പ്രിപ്പറേഷൻ ആണ്. നമുക്കൊന്നെങ്കിൽ ബ്ലഡ് തരും, അതല്ലെങ്കിൽ ചീക്ക് തരും. നമുക്ക് ഏതാണോ കിട്ടുന്നത്, ബ്ലഡ് ആണെങ്കിൽ ബ്ലഡുമായി ബന്ധപ്പെട്ട വളരെ വൃത്തിയുള്ള എന്ത് ക്രിയേറ്റ് ചെയ്യണം, ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണം. ഇനി അതല്ല, ചീക്കാണ് കിട്ടുന്നതിൽ ചീക്ക് എപ്പിത്തീലിയവുമായി പെടുന്ന, ചീക്ക് സെൽസുമായി ബന്ധപ്പെടുന്ന നല്ല വൃത്തിയുള്ള സ്ലൈഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കൂടുതൽ കാര്യങ്ങൾ ഞാൻ അതിനെ പറ്റിയിട്ടും പറയുന്നില്ല, കാരണം ഇതൊരു എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. സോ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഡിസ്കസ് ചെയ്യും എങ്ങനെയാണ് ഒരു സ്ലൈഡ് വൃത്തിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. ബ്രീഫായിട്ട് ഞാനൊന്ന് പറഞ്ഞു പോവാണ്, ബേസിക് കാര്യങ്ങൾ മാത്രം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ബ്ലഡ് ആയാലും ചീക്കായാലും നമ്മൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്ലൈഡ് പ്രിപ്പറേഷൻ മാത്രമല്ല ഇവിടെ ഉള്ളത്, സ്ലൈഡ് പ്രിപ്പയർ ചെയ്യണം. ആ പ്രിപ്പയർ ചെയ്ത സ്ലൈഡ് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് ഫോക്കസ് ചെയ്ത് വൃത്തിയിൽ സെല്ല് കാണാൻ പാകത്തിലാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻവിജിലേറ്ററിനെ വിളിച്ച് കാണിച്ചു കൊടുക്കണം. ബ്ലഡ് ആണെങ്കിലും ചീക്ക് ആണെങ്കിലും നമ്മൾ കാണിച്ചു കൊടുക്കണം. അത് മാത്രം പോരാ, ഇതിനുശേഷം നമ്മൾ ആൻസർ ഷീറ്റിൽ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, സ്കെച്ച് ചെയ്യണം. ബ്ലഡ് സെൽസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ബ്ലഡ് സെൽസ് ആണെങ്കിലും നമുക്ക് വരയ്ക്കാനുണ്ടാകുക WBCയുടെ സെൽസ് ആണ് നമുക്കതിൽ വരയ്ക്കേണ്ടി വരിക ആൻസർ ഷീറ്റിൽ. ഇനി ചീക്ക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ചീക്കാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ചീക്ക് സെല്ല് നല്ല വൃത്തിയിൽ വരച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ലേബൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്, ഒന്ന് വളരെ വൃത്തിയുള്ള സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ അതിന്റെ എന്ത് ചെയ്യണം, ഡയഗ്രാം വരയ്ക്കാൻ പറ്റണം, കൂടെ എന്തും ചെയ്യണം, ലേബൽ ചെയ്യാനും പഠിക്കേണ്ടതുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ ഈ സ്ലൈഡ് ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. 9ാമത്തെ ക്വസ്റ്റ്യൻ എംബ്രിയോളജി സ്ലൈഡ് ആണ്. നമുക്കറിയാം 3 സ്ലൈഡ് ആണ് ഈ കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തതായിട്ട് ടെസ്റ്റിസ്, രണ്ടാമത്തത് ഓവറി, മൂന്നാമത്തത് ബ്ലാസ്റ്റുല. ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്തിട്ടുള്ള റെഡിമെയ്ഡ് സ്ലൈഡുകൾ ഇതിൽ ഉണ്ടാകും. ഈ ടെസ്റ്റിസ്, ഓവറി, ബ്ലാസ്റ്റുലയുമായി ബന്ധപ്പെട്ടിട്ട് ഓൾറെഡി ഇൻവിജിലേറ്റർ എന്ത് ചെയ്യും, മൈക്രോസ്കോപ്പിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നല്ല ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നമ്മുടെ പണി മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് ഇത് ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ഇത് ടെസ്റ്റിസ് ആണോ, ഓവറി ആണോ, ബ്ലാസ്റ്റുല ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം നമ്മൾ കണ്ടിട്ടുള്ള എംബ്രിയോളജി സ്ലൈഡ് ഏതാണോ ആ സ്ലൈഡ് നമ്മൾ എന്ത് ചെയ്യണം, സ്കെച്ച് ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ ഒരു ഭാഗം ലേബൽ ചെയ്യും കൂടെ വേണം. ഓക്കെ, അതുകൊണ്ട് ഈ 3 കാര്യങ്ങളും ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഒരു 9ാമത്തെ ക്വസ്റ്റ്യനിൽ ഈ ടെസ്റ്റിസിലും ഓവറിലും ബ്ലാസ്റ്റുലയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് 3 നമ്മൾ എന്താക്കാൻ പഠിക്കണം, വരയ്ക്കാനും ലേബൽ ചെയ്യാനും പഠിക്കണം. മാത്രമല്ല നമ്മുടെ ഈ ലാബിൽ വെച്ചിട്ട് കറക്റ്റ് മൈക്രോസ്കോപ്പിൽ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ടെസ്റ്റിസും ഓവറിയും ബ്ലാസ്റ്റുലയും ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായി നോക്കി പഠിക്കേണ്ടതുണ്ട്. പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ.
അതുപോലെ തന്നെ സ്കെച്ച് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ സ്കെച്ച് ചെയ്യാനും ലേബൽ ചെയ്യാനും സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ 2 ഭാഗങ്ങൾ ഇതിനുണ്ട്, ഓപ്ഷണൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ബട്ട് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവുള്ളൂ. അതിൽ 1ാമത്തെ ഭാഗം പാത്തജന്റേതാണ്. ഈ പാത്തജന്റെ ഭാഗം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നിലവിൽ 4 പാത്തജൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ലാബിൽ പഠിക്കാനുള്ളത് അസ്കാരിസ്, അതുപോലെ തന്നെ എൻഡമീബ, റിംഗ്വേം ആൻഡ് പ്ലാസ്മോഡിയം. ഇതിൽ 4ലും ഏതെങ്കിലും ഒന്നിന്റെ ഒരു ഫോട്ടോഗ്രാഫ് ഓർ പിക്ചർ വെച്ചിട്ടുണ്ടാകും. സോ നമ്മൾ എന്ത് ചെയ്യുക, ഏതാണ് ആ പാത്തജൻ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ആ പാത്തജൻ കാരണമായിട്ട് വരുന്ന ഡിസീസ് ഏതാണെന്ന് എഴുതി വെക്കുക. അതുപോലെ തന്നെ ആ ഡിസീസിൽ കാണിക്കുന്ന ഒരു സിംറ്റം ഏതാണ് എന്നുള്ളത് എഴുതി വെക്കുക. ആസ് എൻ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് വച്ചിട്ടുള്ള പിക്ചർ അസ്കാരിസിന്റെ ആണെന്നുണ്ടെങ്കിൽ 1ാമതായിട്ട് അസ്കാരിസ് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. 2ാമതായിട്ട് അത് മൂലം വരുന്ന രോഗം എന്താണ്. ഇപ്പം അസ്കാരിസ് ആണെങ്കിൽ അസ്കാരിയാസിസ് ആണ് രോഗമായിട്ട് വരുന്നത്. ഒരു സിംറ്റം എഴുതാൻ പറയുമ്പോൾ അസ്കാരിയാസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിംറ്റം ഒക്കെ എന്ത് എഴുതി വെക്കാം, ഡയേറിയാന്നോ വൊമിറ്റിംഗ് എന്നൊക്കെ എഴുതി വെക്കാം. അപ്പൊ 1ഓ 2ഓ എന്ത് പഠിക്കുക, അതിന്റെ സിംറ്റംസും പഠിച്ചു വെക്കുക. ഇനി അതിന്റെ ഓർ പാർട്ടായിട്ട് വരുന്ന സെക്കൻഡ് പാർട്ടായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണത്, അനലോഗസ് ഓർ ഹോമോലോഗസ് ഓർഗൻസ്. നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചിട്ടുള്ള NCERT ടെക്സ്റ്റ് നമ്മൾ പഠിച്ചതാണ്, കണ്ടതാണ്. അനലോഗസ് ഓർഗൻസ് എന്താണ്, ഹോമോലോഗസ് ഓർഗൻസ് എന്താണെന്നുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ടാകും. സോ നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം, ഇത് ഹോമോലോഗസ് ആണോ ഓർ അനലോഗസ് ഓർഗൻസ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, അതിന് എന്തും എഴുതി വെക്കണം, എവല്യൂഷണറി ഇമ്പോർട്ടൻസ് എഴുതി വെക്കണം. നമുക്ക് അനലോഗസ് ഓർഗൻസ് ആണ് കിട്ടുന്നതെങ്കിൽ അനലോഗസ് ഓർഗൻസിന്റെ എവല്യൂഷണറി ഇമ്പോർട്ടൻസ് എന്താണ്, അതല്ലെങ്കിൽ ഇനി ഹോമോലോഗസ് ആണെങ്കിൽ ഹോമോലോഗസുമായി ബന്ധപ്പെടുന്ന എവല്യൂഷണറി ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, എഴുതാൻ സാധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ലാബിന്റെ 10 ക്വസ്റ്റ്യൻസ് വരുന്നത്. വളരെ എളുപ്പത്തിൽ നോക്കി പോകാൻ പറ്റുന്ന സംഭവങ്ങൾ മാത്രമേ എന്തുള്ളൂ ഇതിലുള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം പ്രാക്ടിക്കൽ റെക്കോർഡ്, നിങ്ങളെല്ലാം റെക്കോർഡ് ഇപ്പം ചെയ്യുന്നതിനുള്ള തിടുക്കവും ഓട്ടത്തിലും പാച്ചിലൊക്കെ ആയിരിക്കും. സോ പ്രാക്ടിക്കൽ റെക്കോർഡ് നമുക്കുള്ള നിലവിൽ 2 മാർക്കാണ്. അതുപോലെ തന്നെ വൈവ ചോദിക്കും, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോടൊക്കെ ചോദിക്കുള്ളൂ കേട്ടോ. ഈ വൈവ ചോദിക്കുന്നതിന് 1 മാർക്കും, ബാക്കി നമ്മളിപ്പോൾ ഈ പറഞ്ഞ മൊത്തം 10 ക്വസ്റ്റ്യൻ്റെതുമായിട്ട് 17 മാർക്കും അടക്കം 20 മാർക്കാണ് സുവോളജി പ്രാക്ടിക്കൽ ലാബിന് നിങ്ങൾക്ക് ഉണ്ടാകുക. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെടുന്ന നമുക്ക് 5 എക്സ്പെരിമെന്റ് ആണുള്ളത്. അപ്പോൾ ആ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിൽ കാണാം. ഓക്കെ, പഠിക്കുക. ബൈ ബൈ.